ഒരാഴ്ച കൊണ്ട് മുഖത്തിന് നല്ല കളർ തരാനും ഏജിന്റെ സിംറ്റംസ് ഒക്കെ മാറാനും സഹായിക്കുന്ന ഒരു ബ്യൂട്ടി ബാർ. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്കിപ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസണാണല്ലേ. നമ്മളൊന്ന് ഓണം ആഘോഷിക്കാൻ നോക്കിയിരിക്കുകയാണ്. നമ്മളെ റിലേറ്റീവ്സൊക്കെ വരും. നമ്മളും റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ട് വിസിറ്റ് ചെയ്യാൻ പോകും. കുട്ടികൾക്കൊക്കെ ലീവാണ്. കുറേ പണികൾ നമ്മൾക്കുണ്ട്. ഓണമായതുകൊണ്ട് തന്നെ അടുപ്പിനടുത്ത് നിന്നും തീയിനടുത്ത് നിന്നും ഒക്കെ കുറച്ച് സ്കിന്നൊന്ന് ഡൗൺ ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം മഴയൊക്കെ കഴിഞ്ഞത് കാരണം മിക്കവാറും ആ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾക്കൊരു മുഖത്തിനൊരു ഡൾനെസ് തരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ വീട്ടിലും ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നമ്മൾ അതിൻ്റെ പുറകെ കുറച്ച് നടന്നിട്ടുണ്ടായിരിക്കാം. ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകും. അങ്ങനെ കുറേ വർക്കുകൾ നമ്മൾക്കുണ്ടാവും. അല്ലെങ്കിൽ അല്ലാതെ തന്നെ പെട്ടെന്ന് സ്കിന്നൊന്ന് ഡൗൺ ആകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഡൗൺ ആകാതെ നമുക്കൊന്ന് ടാനൊക്കെ മാറ്റി മുഖത്തിനൊരു പ്രസരിപ്പ് തരാൻ പറ്റുന്ന ഒരു ക്ലെൻസിങ് ബാറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ബ്രൈറ്റ്നസ് തരുന്ന ഇൻഗ്രീഡിയൻസ് ആയ റൈസ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം റൈസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ സ്കിന്നിന് ഒരു ഫ്രഷ് ലുക്കിനെന്ന്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ക്ലെൻസിങ് ബാർ റൈസും സാഫ്രോണും അങ്ങനെ കുറേ നല്ല നല്ല റോസ് ഹിപ്പ് ഓയിൽ അങ്ങനത്തെ കുറേ നല്ല നല്ല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് കോക്കനട്ട് സോപ്പ് ബാറാണ്. മൈൽഡായിട്ടുള്ള ഒരു സോപ്പ് ബാറാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്ലെൻസിങ് ബാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു സ്കിന്നിനെ ടോൺ ചെയ്യാനും സ്കിന്നിനെയും ബോഡിയും ടോൺ ചെയ്യാനും കൂടെയുള്ള ഒന്നാണ്. നമ്മൾക്ക് ആദ്യം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ബ്യൂട്ടി ബാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് സാഫ്രോൺ ആണ്. സാഫ്രോൺ ഒരു 6 മണിക്കൂർ റോസ് വാട്ടറിൽ കുതിർത്ത് വെക്കണം. പിന്നെ നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഒരു 5 മില്ലി റോസ് ഹിപ്പ് ഓയിൽ ആണ്. റോസ് ഹിപ്പ് ഓയിൽ ആന്റി ഓക്സിഡന്റുകൾ, ഫ്രീ റാഡിക്കൽസിനെ മാറ്റാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. പിന്നെ നമ്മൾ എടുക്കുന്നത് ഫ്രാങ്കിൻസെൻസ് ഓയിലാണ്. ആന്റി ഏജിങ്ങിലെ ഏറ്റവും നല്ലതാണ്. ഡാർക്ക് സ്പോട്ട് മാറ്റാനും കരിമംഗലത്തിനും ഒക്കെ നല്ലതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ്. ഫേസിലേക്ക് മോയ്സ്ചർ നിലനിർത്താൻ ഏറ്റവും നല്ല ഒരു കണ്ടന്റ് ആണ് വെജിറ്റബിൾ ഗ്ലിസറിൻ. പിന്നെ ഫേസ് ബ്രൈറ്റനിങ്, ഫേസ് ക്ലിയറിങ്ങിനും എല്ലാം നമ്മൾ എടുക്കുന്നത് റൈസ് ഫ്ലോർ ആണ്. ഇത് നമ്മൾക്ക് കോക്കനട്ട് വാട്ടർ ഇൻഫ്യൂസ്ഡ് സോപ്പ് ആണ്. ഇതും നമ്മളുടെ സ്കിന്നിനെ ക്ലിയർ ആക്കാനും ഒരു യങ് ലുക്ക് തരാനും സഹായിക്കുന്നതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇന്ന് സ്കിൻ കെയറിലേക്കുള്ള സ്കിൻ ഗ്ലോയിങ് സോപ്പ് ബാർ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾക്ക് ഇത് എല്ലാം കൂടെ വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ആന്റി ഏജിങ്ങില് കുങ്കുമപ്പൂ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിറയെ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ചർമ്മത്തിന്, നമ്മളുടെ സ്കിന്നിന് നല്ലൊരു യൂത്ത്ഫുൾ ഗ്ലോ തരാനും ഹെൽത്തി ലുക്ക് തരാനും സഹായിക്കുന്നതാണ് കുങ്കുമപ്പൂവ്. അതുപോലെ ഒരു ടയേർഡ് ആയിട്ടുള്ള ഫേസിനെ ഒന്ന് തിളക്കം നൽകിയെടുക്കാനും ചർമ്മത്തിന് നിറം കൂടുതൽ ഒരേപോലെ ഈവൻ സ്കിൻ ടോൺ തരാനും കുങ്കുമപ്പൂ സഹായിക്കുന്നതാണ്. അതിന്റെ ആ ത്രെഡ് ഒന്നും കളയേണ്ട, എല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആന്റി ഏജിങ്ങിലെ റോസ് ഹിപ്പ് ഓയിൽ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ നമ്മളുടെ സ്കിന്നിലുള്ള ഫൈൻ ലൈൻസിനെയും ഏജ് ആകുന്ന ലുക്കിനെയും നമ്മളുടെ സ്കിൻ സാഗാകുന്നതിനെയും ഒക്കെ തടയുന്നതാണ്. അതുപോലെ തന്നെയാണ് ഫ്രാങ്കിൻസെൻസ് ഓയിലും സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഏജ് ലുക്ക് തോന്നാതെ നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. സ്വാഭാവികമായ ഈർപ്പം നമ്മളുടെ ഫേസിൽ ലോക്ക് ചെയ്ത് വെക്കാനും നല്ല ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്യാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ റൈസ് ഫ്ലോർ നമുക്ക് എല്ലാം അറിയാം നല്ല കളർ തരാനും സ്കിന്നിനെ നല്ല എക്സ്ഫോളിയേറ്റ് ചെയ്ത് നല്ല യൂത്ത്ഫുൾ ഗ്ലോ തരാനും സഹായിക്കുന്നതാണ്. നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു 70 ഡിഗ്രി സെൽഷ്യസിൽ മാത്രം എടുത്താൽ മതിയാവും. ഒരുപാട് തീ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഉരുകുന്ന കാരണം അത് ഇൻഫ്യൂസ് ചെയ്ത് അതിലേക്ക് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആവും. ഇതെല്ലാം കൂടെ നന്നായിട്ട് മെൽറ്റ് ആയി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് എൻഡിങ് സ്റ്റേജ് ആണ്. ഇതിലേക്ക് നമ്മൾക്ക് റോസ് ഹിപ്പ് ഓയിലും വെജിറ്റബിൾ ഗ്ലിസറിനും ആഡ് ചെയ്യാവുന്നതാണ്. കാരണം അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് നേരം നമ്മളിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല. ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ആക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഓഫ് ആക്കി എടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ സ്കിന്നിന് ഒരാഴ്ച കൊണ്ട് നല്ല ബ്രൈറ്റ്നസ് തോന്നാനും സ്കിൻ ടാൻ ഒക്കെ മാറാനും ഡാർക്ക് സ്പോട്ടിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കും. ഞാൻ ഇതിലേക്ക് കുറച്ച് ക്രിസാന്തം ഫ്ലവേഴ്സ് ഇടുകയാണ്. ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നിന്റെ യൂത്ത്ഫുൾ ഗ്ലോയ്ക്കും പാടുകൾ മാറാനും ഒക്കെ ക്ഷീണമൊക്കെ മാറ്റി ഒരു നല്ല ലുക്ക് തരാനും നല്ലതാണ്. നമ്മൾക്ക് ഇതുപോലെ ഒരു സോപ്പ് മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു വെക്കാം. ഏകദേശം 10 മുതൽ 11 മണിക്കൂർ വേണം ഇതൊന്ന് സെറ്റായി കിട്ടാനായിട്ട്. അതിന് മുന്നേ എടുത്താൽ ഒരുമാതിരി ജെല്ലി പോലെ ബെൻഡായി പോകും. അതുകൊണ്ട് ഇതിനെ നമുക്കൊന്ന് സെറ്റ് ആകാൻ വെക്കാം. സെറ്റായി ഇതൊന്നും കളയേണ്ട കാര്യമില്ല, റെസിഡ്യൂസ് ഒന്നും കളയേണ്ട, അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
നമ്മളുടെ സോപ്പ് റെഡിയാണ്. നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ സ്കിന്നിൽ നല്ല വ്യത്യാസം കാണാൻ പറ്റും. ആക്നെ മാർക്സ് ഒക്കെ മാറി നല്ല ഒരു ഗ്ലോയിങ് ഫേസ് കാണാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ സ്റ്റോറിൽ ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ചേഞ്ച് ചെയ്യാം, പക്ഷേ അതിനനുസരിച്ചുള്ള ഡിഫറൻസ്. റോസ് ഹിപ്പ് ഓയിലൊക്കെ നമ്മളുടെ സ്കിന്നിന് നല്ല കളർ തരാനും സ്കിന്നിനെ ടോൺ ചെയ്യാനും സ്കിൻ ടോണിനെ ഇമ്പ്രൂവ് ആക്കാനും സ്കിന്നിൻ്റെ മോയ്സ്ചർ മുഖത്തോട് നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് എക്സ്ട്രാ മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ട്, എക്സ്പെഷ്യലി ഇൻ ആൻറ്റി ഏജിങ്ങിൽ നമ്മൾക്ക് സ്കിന്നിലേക്ക് വേണ്ടത് മോയ്സ്ചറാണ്. മോയ്സ്ചർ ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മൾക്ക് വലിഞ്ഞിട്ട് നമ്മളുടെ സ്കിന്ന് സാഗാകുന്നതും ചുളിവ് വീഴുന്നതും വരകൾ വീഴുന്നതും ഒക്കെ. അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഈ സോപ്പ് നമ്മൾ ഇന്നുണ്ടാക്കിയിരിക്കുന്നത്. ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിൻ ഇട്ടിട്ടുണ്ട്. ഗ്ലിസറിൻ നമ്മൾക്കറിയാം എത്രത്തോളം മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മളുടെ ഫേസിൽ നിലനിർത്താൻ പറ്റുന്ന ഒന്നാണെന്ന്. അതുപോലെ തന്നെ റൈസ് ഫ്ലോർ നമ്മൾക്ക് നല്ല ഒരു ഗ്ലോ തരാനും സ്കിന്നിനെ ടാനൊക്കെ ഒന്ന് മാറ്റി നല്ല ഒരു റിഫ്രഷ് ലുക്ക് തരാനും റിജുനവേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ്. ക്രിസാന്തം ഫ്ലവേഴ്സും അതുപോലെ തന്നെയാണ്. അതിന് ജമന്തിപ്പൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് നോക്കി നന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ സോപ്പിൽ ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഒരു സ്കിൻ കെയർ ഏജൻ്റാണ്. സ്കിന്നിനെ റിജുനവേറ്റ് ചെയ്യാനും ആൻറ്റി ഏജിങ്ങിൻ്റെ ഏജിൻ്റെ ഒരു ലുക്ക് നമ്മളുടെ ഫേസിലേക്ക് മാറ്റാനും സ്കിന്നിന് നല്ല ഒരു ഗ്ലോ ലുക്ക് തരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണത്. അതിൻ്റെ എസൻഷ്യൽ ഓയിലൊക്കെ ലഭ്യമാണ്. നിങ്ങൾക്ക് ഈ ഫ്ലവർ ഇല്ലെങ്കിൽ ആ എസൻഷ്യൽ ഓയിൽ ഒഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുള്ള കോക്കനട്ട് സോപ്പ് ബേസ്. കോക്കനട്ട് വാട്ടറിൻ്റെ എസൻസ് ഉള്ള സോപ്പ് ബേസാണ്, നോട്ട് കോക്കനട്ട് മിൽക്ക് ആൻഡ് ഓൾ. കോക്കനട്ട് വാട്ടറിൻ്റെ, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സ്ട്രക്ചറിൽ സോപ്പ് കിട്ടുന്നത്. പിന്നെ സാഫ്രോൺ ഒബ്വിയസ്ലി പഴയ കാലത്തിലെ രാജാക്കന്മാരും രാജ്ഞിമാരും മാത്രം ഉപയോഗിച്ചിരുന്ന സാധനം ഇന്ന് നമ്മൾക്കൊക്കെയും ഈസി ആയിട്ട് അവൈലബിൾ ആണ്. സോ നമ്മളും അങ്ങനെ അവരിൽ ഒരാളാണെന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അങ്ങനെ നമ്മൾക്ക് ഇതൊക്കെ ഉപയോഗിച്ച് ഓണത്തിനെ വരവേൽക്കാം, ഓണത്തിന് റെഡിയാകാം. ഒരിക്കലും നമ്മൾക്ക് ഏജായി എന്ന് വിചാരിച്ച് പുറകോട്ട് മാറി നിൽക്കേണ്ട കാര്യമില്ല. ഒരുപാട് പേർക്കുമുള്ള ഒരു കൺസേൺ ആണ്, എനിക്ക് ഇത്ര വയസ്സായി, ഇനി ഞാൻ സ്കിൻ കെയർ ചെയ്താൽ ശരിയാകുമോ മാഡം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഏത് വയസ്സിലാണെങ്കിലും നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുന്നതാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരിക്കലും നമ്മൾക്ക് 17 ഇയേഴ്സിലോട്ടോ അല്ലെങ്കിൽ 20 ഇയേഴ്സിലോട്ടോ ഒന്നും പോകാൻ പറ്റില്ല എങ്കിലും നമ്മൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടാനാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. സോ നിങ്ങൾ ഏത് ഏജിലായിക്കൊള്ളട്ടെ സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബ്ലാക്ക് ഹെന്നയുടെ വീഡിയോ ചെയ്തിരുന്നു. സോ അത് കഴിഞ്ഞ് എടുക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണാം എൻ്റെ ഹെയർ ഒട്ടും തന്നെ റഫല്ല, നല്ല സിൽക്കി ആയിട്ടാണ്. എനിക്കത് എങ്ങനെ പിടിച്ച് കാണിക്കണം എന്നറിയില്ല, സോഫ്റ്റാണ്. സോ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഹെയറിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ പറ്റുന്ന ഒന്നാണ്. ബിക്കോസ് നമ്മളതിൽ ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു ഹെൽത്തി ഹെയർ കിട്ടാനും ഒരു സിൽക്കി എഫക്റ്റ് കിട്ടാനും ടച്ച് ചെയ്യുമ്പോൾ ഒരു നല്ല, നിങ്ങൾക്ക് ആ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സൂതിങ് ഫീലിംഗ്. അതൊരു സിൽക്കി ടെക്സ്ചർ പോലെയാണ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ ആകുക. സോ അതുപോട്ടെ, അത് വേറൊരു വീഡിയോയിൽ പറയാം അതിനെക്കുറിച്ച് കൂടുതൽ. അപ്പോൾ നമ്മൾക്ക് ഓണത്തിനെ വരവേൽക്കാം. ഒട്ടും തന്നെ നിങ്ങൾ മാറി നിൽക്കേണ്ട, നിങ്ങൾ തന്നെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് റെഡിയാവുക. അധികം വിലയൊന്നുമില്ലാതെ നല്ല സാരികളൊക്കെ ഇപ്പം ലഭ്യമാണ്. അതൊക്കെ വാങ്ങിച്ച് സ്കിന്നൊക്കെ റെഡിയാക്കി നല്ല ഭംഗിയായിട്ട് റെഡിയായിട്ട് വാട്സപ്പിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ അയച്ചിട്ട് ഓണത്തിന് നിങ്ങൾ എങ്ങനെയാണ് റെഡിയായത്, എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് ഉറപ്പായിട്ടും ഞാനത് നോക്കുന്നതായിരിക്കും. ഞാൻ നോക്കില്ല എന്ന് വിചാരിക്കേണ്ട, ഫോട്ടോ അയച്ചു തന്നാൽ ഓണത്തിന് റെഡി ആയിട്ടുള്ള ഫോട്ടോ അയച്ചു തന്നാൽ ഞാൻ നോക്കും. ബെസ്റ്റ് ഫോട്ടോ ഏതാണെന്ന് നമ്മൾക്ക് നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബെസ്റ്റ് ലുക്ക് ഓഫ് ഓണം ഓഫ് മൈ സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നല്ലതായിട്ട് റെഡിയായിട്ട് നല്ല അടിപൊളിയായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഈ സോപ്പൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മളുടെ സ്കിൻ ബ്രൈറ്റനിങ് പൗഡർ ആൻറ്റി ഏജിങ് ഓയിലൊക്കെ ഉപയോഗിച്ച് എന്തൊക്കെ തന്നെ ഉപയോഗിച്ചാലും സ്കിൻ കെയർ ചെയ്യുക, സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്യുക എന്ന് വെച്ചാൽ അതിനു വേണ്ടി നിങ്ങൾ മെനക്കെട്ട് അത് മാത്രമാവരുത് നിങ്ങളുടെ ശ്രദ്ധ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമ്മൾക്ക് വേണ്ടി ഒരു 30 മിനിറ്റ്സ് മാത്രം ബാക്കി വയ്ക്കാനാണ് പറയുന്നത്. സെൽഫ് ലവ് എന്ന് പറയുന്നത് അതൊക്കെയാണ്. നമ്മളെയും കൂടെ കൺസിഡർ ചെയ്യുക, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്ന അതേ ഈക്വൽ ഇമ്പോർട്ടൻസോടുകൂടി നമ്മളെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നതിനാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അല്ലാതെ സ്വാർത്ഥമായിട്ട് ചിന്തിക്കുന്നതിനെക്കുറിച്ചല്ല കേട്ടോ നമ്മൾ പറയുന്നത്. സ്വാർത്ഥത അത് വേറെ തന്നെ ഒരു
ടൈപ്പ് ഓഫ് ബിഹേവിയറാണ്. ബട്ട് ഞാൻ പറയുന്നത് മറ്റുള്ളവർക്കല്ലേ, നമ്മളുടെ കുട്ടികൾക്ക്, നമ്മളുടെ ഹസ്ബൻഡിന് അല്ലെ നമ്മുടെ മദറിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി നമ്മൾ എന്തും പോയി ചെയ്യും. നമ്മൾക്കതിന് സമയം ഉണ്ടാകും, സമയം നമ്മൾക്ക് കിട്ടും, അല്ലെ നമ്മളുടെ മൈൻഡ് അതിനു വേണ്ടി, നമ്മളുടെ മൈൻഡ് ബോഡി അതിനു വേണ്ടി അവർക്കൊരാവശ്യം വന്നാൽ അതിനു വേണ്ടി നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡും നമ്മളുടെ കോൺഷ്യസ് മൈൻഡും നമ്മളുടെ ബോഡി, നമ്മളുടെ ഹെൽത്ത്, നമ്മളുടെ ഒന്നും തന്നെ മൈൻഡ് ചെയ്യാതെ നമ്മൾ ഓടിപ്പോയി അത് അവർക്ക് സാധിച്ചു കൊടുക്കും, അത് ചെയ്യും. ആ സെയിം കൺസിഡറേഷൻ നമ്മളോടും കൂടെ വേണം. അപ്പോഴാണ് നമ്മൾക്കും കുറച്ച് ഒരു മൈൻഡ് ഹെൽത്തി ആകുക. മൈൻഡ് ഹെൽത്തി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരം ഹെൽത്തി ആയിക്കൊള്ളും. മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മൾക്ക് നമ്മളുടെ ഏജിങ്ങിലോട്ട് പോകാൻ പറ്റും. ആയാൽ തന്നെ, ഏജിങ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒട്ടും വയ്യാതെ കട്ടിലേക്ക് കിടക്കുന്ന ആ ഒരവസ്ഥ വരാതിരിക്കണം. ഏത് ഏജിലും സ്മാർട്ടായിട്ട് നടക്കണം. എനിക്കൊക്കെ ഒരുപാട് പേരെ അറിയാം, എബോ 80-ൽ നല്ല അടിപൊളിയായിട്ട് സ്മാർട്ടായിട്ട് ഡ്രസ്സ് ചെയ്ത് ഇപ്പോഴും കാർ ഓടിച്ച് ഞങ്ങളെക്കാളൊക്കെ നന്നായിട്ട് കാർ ഓടിച്ച് പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അവരൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് നമ്മൾക്കൊക്കെ. നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യേണ്ടതല്ല ചെയ്യേണ്ടത്, അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്ലസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് എടുക്കുക, എന്നിട്ട് സൈലൻ്റായിട്ട് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, അത് നമ്മളുടെ ലൈഫിലൊരു ഹാബിറ്റായിട്ട് കുറേശ്ശെ മാറിക്കോളും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ലൈഫിനെ ഒന്ന് കളർഫുള്ളാക്കാൻ പറ്റുന്നത്. നല്ല സന്തോഷമായിട്ട് ജീവിക്കുക. നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ തോന്നുമെങ്കിലും അവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആവും. നമ്മൾ ഇൻഡയറക്ട്ലി നമ്മൾക്ക് അവർക്ക് ഇൻസ്പിറേഷൻ ആകാൻ പറ്റും. സോ നല്ലതുമുണ്ട്, അതിൽ ചീത്തയുമുണ്ട്. എവറിത്തിങ് ഈസ് ഹാവിങ് ദ സെയിം ബാഡ് ആൻഡ് ഗുഡ്, റൈറ്റ്? അതുപോലെ തന്നെ നമ്മൾ നല്ലതായിക്കൊണ്ട് നമ്മളെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ഒന്ന് എൻകറേജ് ചെയ്യാനും പറ്റും. അതേസമയം നമ്മളെ ഇത്ര നാളും പറഞ്ഞ കുറ്റം പറഞ്ഞവരെയൊക്കെ നമ്മൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് സങ്കടപ്പെടുത്താനും പറ്റും. അതും നമ്മൾക്കൊരു സന്തോഷമാണ്, അല്ലേ? നമ്മളെ കുറേ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ടാവും, അൺവാണ്ടഡായിട്ട് സില്ലി വേർഡ്സൊക്കെ ഉപയോഗിച്ച് ഒരുപാട് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന, കവിളൊട്ടി പോയി അല്ലെങ്കിൽ മുഖം ഡള്ളായി അങ്ങനെയൊക്കെ പറയുന്ന, അവർ ചിലപ്പോൾ അറിയാതെ പറയുന്നതാവാം, അറിഞ്ഞുകൊണ്ട് പറയുന്നവരുണ്ട്. അത് നമ്മൾക്ക് കേൾക്കുമ്പോൾ ആ ടോണിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ അവർക്കൊക്കെയും ഈ പ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ നല്ല സുന്ദരന്മാരായിട്ട് ഒരുങ്ങിയിട്ട് നിങ്ങൾ ഓണം നന്നായിട്ട് ആഘോഷിക്കുക. എനിക്ക് കൊണ്ടാടുക എന്നൊക്കെ വരുന്നു വായിൽ, ആഘോഷിക്കുക. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇപ്പം മുതലേ ഞാൻ എൻ്റെ വിഷസ് പറയുന്നു. പ്രിപ്പയർ ചെയ്യുക ഓണത്തിന് വേണ്ടി. സോപ്പൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയാൻ മറക്കരുത്. എവിടെ നിന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഓണത്തിൻ്റെ ഫോട്ടോസ് കാര്യം മറക്കരുത്. വാട്സപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മളുടെ പ്രോഡക്ട്സുകൾ വാങ്ങാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞാൽ വീഡിയോയുടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. കോൾ ചെയ്താൽ എടുക്കാനുള്ള സാവകാശമില്ല. കാരണം നമ്മൾക്ക് ഒരുപാട് കോൾസാണ് വരുന്നത്, ഫോൺ ഹാങ് ആവുന്നു. നമ്മൾ ഈ ഒരു വാട്സപ്പ് നമ്മളുടെ ഒരു 4 മൊബൈലിലോട്ടും ഒരു ലാപ്ടോപ്പിലോട്ടുമാണ് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ ലാപ്ടോപ്പിലാണ് ഇത് കാണുക, അതുകൊണ്ട് മോസ്റ്റ്ലി എനിക്ക് അറിയാൻ പറ്റില്ല ആരാണ് മെസ്സേജ് അയക്കുന്നതെന്ന്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഞാൻ തന്നെ ആൻസർ പറയണമെന്ന്, എന്നെക്കൊണ്ട് തന്നെ ജോലി എടുപ്പിക്കണമെന്ന് വിചാരിക്കരുത്. സ്റ്റാഫുണ്ട്, സ്റ്റാഫ് തന്നെ ഹാൻഡിൽ ചെയ്യും. ചിലപ്പോൾ അവർ ഹാൻഡിൽ ചെയ്താൽ ഒരു സ്മൂത്ത് ആകാത്ത സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ ഹാൻഡിൽ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അതൊന്ന് കോപ്പറേറ്റ് ചെയ്യുക. പിന്നെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, വോയിസ് നോട്ട് അയയ്ക്കുക. മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ വോയിസ് നോട്ട് അയയ്ക്കുക. കോൾ ചെയ്താൽ അറ്റൻഡ് ചെയ്യില്ല, നമ്മൾ കോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങോട്ട് വിളിക്കാൻ പറ്റും, ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ വിളിക്കാൻ പറ്റും. ബട്ട് നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരു റിങ് അടിച്ച് കട്ടാകുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആക്കിയതാണ്, കാരണം നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, ബട്ട് ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് റീച്ചബിൾ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരു വാട്സപ്പ് അയച്ചു, 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഉടനെ അതിൻ്റെ മെസ്സേജിൻ്റെ റിപ്ലൈ കിട്ടിയില്ല നിങ്ങൾ ഉടനെ വന്ന് യൂട്യൂബിന് അടി വന്ന് നിങ്ങൾക്ക് വാട്സപ്പ് അയച്ചല്ലോ. ഒരു കമൻറ്റേ ഞാൻ അങ്ങനെ കണ്ടുള്ളൂ. I don't want to tell the name. So നിങ്ങൾക്ക് മെസ്സേജ് അയച്ചല്ലോ, വാട്സപ്പിൽ റിപ്ലൈ ഒന്നുമില്ല. ഇതുവരെ നമ്മുടെ ഒരു കസ്റ്റമേഴ്സും അങ്ങനെ പറയില്ല. നമ്മളെ അറിയാവുന്ന ആദ്യം മുതലുള്ള എല്ലാവർക്കും അറിയാം നമ്മളെപ്പോഴും റീച്ചബിളാണ്. ഞാനാണെങ്കിലും റീച്ചബിളാണ്. ബട്ട് എനിക്കൊരു ടൈം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈവനിങ് ടൈമിൽ ഞാൻ ഫ്രീ ആയി കഴിയുമ്പോൾ ഞാനത് ചെക്ക് ചെയ്താണ്, ഞാൻ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടാൽ ഞാൻ ഉറപ്പായിട്ടും തിരിച്ച് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പേർക്കറിയാം, നിങ്ങളോട് പലരോടും ഞാൻ സംസാരിക്കാറുണ്ട്. അങ്ങനെയുള്ള യാതൊരു ഫീലിങ്സും നമ്മൾക്കില്ല. നിങ്ങൾ വേറെ ഞങ്ങൾ വേറെ
എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല, ഒട്ടും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ നിങ്ങളിൽ ഒരാളാണ് എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എന്നെയും നിങ്ങളിൽ ഒരാളായി നിങ്ങൾ കാണുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്നെയും നിങ്ങളുടെ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നവരെ ടേക്ക് കെയർ.